ഇരിക്കും. ഞാൻ സാറിനെ ഓഫീസിൽ തിരക്കി, ഗസ്റ്റ് ഹൗസിൽ അന്വേഷിച്ചു. അവിടെ ഞാൻ കണ്ടില്ല. അതാ ഇങ്ങോട്ട് വന്നത്. എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. ഞാൻ പാലസിനകത്ത് കയറി അവരെ കണ്ടു. നാളെ രാത്രി 8-നും 8:30-ക്കും ഇടയ്ക്ക് അവരെ രക്ഷപ്പെടുത്താൻ എത്തുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അവർ തയ്യാറായിരിക്കും. സാറെന്താ ഒന്നും മിണ്ടാത്തത്? ചാൾസ് തന്ന അൾട്ടിമേറ്റം നാളെ രാവിലെ 5 മണി വരെയാണ്. അതിനുള്ളിൽ എന്തെങ്കിലും നടന്നില്ലെങ്കിൽ അയാളുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം? ഒരാൾ കൂടി മരിച്ചു. നാളെ രാവിലെ 5 മണിക്കുള്ളിൽ എന്തെങ്കിലും നടന്നില്ലെങ്കിൽ ഇമ്രാൻ, ഒരു കൂട്ടക്കൊല ഒഴിവാക്കാനുള്ള ചുമതല ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് നോ സർ, നിങ്ങൾക്ക് തെറ്റുപറ്റി. റാം സിംഗിന്റെയും ബാലകൃഷ്ണന്റെയും ഇപ്പോൾ വൈശാഖിന്റെയും മരണം തങ്ങളുടെ ഭീകരത കൂട്ടാൻ വേണ്ടിയോ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയോ ചാൾസ് കരുതിക്കൂട്ടി ചെയ്തതല്ല. രാം സിംഗ് എതിർക്കാൻ ശ്രമിച്ചപ്പോഴും ബാലകൃഷ്ണനും വൈശാഖനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴുമാണ് കൊല്ലപ്പെട്ടത്. വൈശാഖന്റെ മരണത്തിന് ഞാൻ ദൃക്സാക്ഷിയാണ്. ഇനി ഞാൻ പറയുന്നത് സാർ വിശ്വസിക്കണ്ട. അല്പം കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും. രാത്രി 10 മണി വരെ അൾട്ടിമേറ്റം തന്ന ചാൾസ് 7 മണിക്ക് ഒരാളെ കൊല്ലുമോ? അതുകൊണ്ട് അയാളുടെ ഒരു ചാൻസ് കുറയുകയല്ലേ? സോ ഇറ്റ്സ് എവിഡന്റ് വൈശാഖന്റെ മരണത്തെ അയാൾ മുതലെടുത്തതാണ്. നിങ്ങൾ ആ ഭീഷണിക്ക് വഴങ്ങി. സാർ, ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ചാൾസ് ഒരു തീവ്രവാദിയൊന്നുമല്ല. ഹീസ് ജസ്റ്റ് എ ക്രിമിനൽ. അയാളുടെ ലക്ഷ്യം പണമാണ്. അതുകൊണ്ട് തന്നെ അയാൾ വെയിറ്റ് ചെയ്യും. രാവിലെ 5 മണിക്ക് ചാൾസ് വിളിക്കുമ്പോൾ അവനെ ഞാൻ ഡീൽ ചെയ്തോളാം. നടക്കില്ല ഇമ്രാൻ. അവരെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. ഞാൻ ശ്രമിച്ചു നോക്കി, നടന്നില്ല. നാളെ രാവിലെ 5 മണിക്ക് മുമ്പ് നിനക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ലത്. പക്ഷെ നീ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണം നീ അതിൽ വിജയിക്കുമെന്ന്. ഇല്ലെങ്കിൽ നിനക്ക് പിന്മാറും. ആർക്കും പരാതി ഉണ്ടാവും. 48 മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങൾക്കിത് തോന്നിയില്ലല്ലോ? എന്റെ സഹോദരിയുടെ വിവാഹം പോലും ഉപേക്ഷിച്ചിട്ട് വന്ന എന്റെ ആത്മാർത്ഥതയെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുത് സാർ. സാർ, എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ബാപ്പേ ഉള്ളൂ എന്ന്. എനിക്കറിയാം ഞാൻ തുടങ്ങി വെച്ച ജോലി എങ്ങനെ പൂർത്തിയാക്കണമെന്ന്. ആശ്വാസമായി. നീ ധൈര്യമായിട്ട് വയ്ക്കോ. ഏറ്റവും ലീസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ്സ് വരെ ഡിറ്റക്ട് ചെയ്യാൻ ശേഷിയുള്ളതാണിത്. റോഹൻ, സംഗതി പാളിയാൽ നടക്കാത്ത കാര്യമാണെങ്കിൽ ഞാനിതിൽ ഇടപെടില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഇനി സ്വല്പം മിനുക്ക് മണി കൂടിയേ ബാലൻസ് ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ ഞാൻ റെഡി. ഓക്കെ. ഹലോ, എന്താ ഇവിടെ? അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്.